സിലബസൊക്കെ കംപ്ലീറ്റ് ആക്കുന്ന ഒരു തിരക്കിലായിരിക്കും. ആൻഡ് ഞാനും അങ്ങനെ തന്നെയാണ്. ലാസ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ സ്കെഡ്യൂളൊക്കെ ഹെക്റ്റിക് ആവുന്നിട്ട് ശരിക്കും അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഒരു ടാസ്ക്കാണ്. ആൻഡ് നമ്മൾ വിചാരിച്ചാൽ അത് പറ്റുന്നതുമാണ്. ടു ബി ഹോണസ്റ്റ്, ഈ വീഡിയോ എടുക്കുന്നതിന് മുൻപുള്ള വീക്ക് ഞാൻ തിങ്കളാഴ്ച നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. ചൊവ്വാഴ്ച ആകുമ്പോൾ ആ ഒരു ഇൻട്രസ്റ്റൊക്കെ കുറയും ആൻഡ് ഒരു ഇൻറ്റൻസിറ്റി കുറയുമായിരുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്നത്. ഈ വീക്ക് എനിക്ക് എന്നെ തന്നെ പുഷ് ചെയ്ത് മാക്സിമം ഡെയിലി 10 hours കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. ആൻഡ് 10 hours പതുക്കെ കൂട്ടിയെടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ആൻഡ് ഞാനിപ്പോൾ YPT ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തേക്കാം. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അങ്ങനെ YPT യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജസ്റ്റ് ലൈക്ക് ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കുന്ന ഒരു ഫീലാണ്. YPT യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു വീക്ക് കഴിയുമ്പോൾ നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിരുന്നു എന്നുള്ളത് മനസ്സിലാവും. ഞാൻ ആപ്പിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. YPT യൂസ് ചെയ്ത് തുടങ്ങിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് ഈ പറച്ചിലിൽ കാണുന്നത്. അത് യൂസ് ചെയ്തപ്പോൾ എനിക്കിഷ്ടമായി. കുറച്ച് നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. 1 month ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ശരിക്കും ഈ വ്ളോഗിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഈ വ്ളോഗ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എനിക്കറിയില്ല. നന്നായിട്ട് പഠിക്കുക എല്ലാവരും. യൂട്യൂബും ഇൻസ്റ്റഗ്രാമൊക്കെ യൂസ് ചെയ്യുന്ന ടൈം കുറയ്ക്കുക. ഇനി അങ്ങോട്ട് പഠിത്തത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. എനിക്ക് ബാക്ക്ലോഗ്സ് ഒക്കെ ഉണ്ട്. ബാക്ക്ലോഗ്സ് എല്ലാവർക്കും ഉണ്ടാവും. ഒരുപാട് ബാക്ക്ലോഗ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്ലാൻ സ്റ്റിക്ക് ഓൺ ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ബാക്ക്ലോഗ്സ് ഒക്കെ അതൊരു ബേർഡനായിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കാണ്ടിരിക്കുക. ഓക്കെ, ഇനി അങ്ങോട്ട് നെഗറ്റീവ് തോട്ട്സൊക്കെ മാക്സിമം കുറയ്ക്കാൻ നോക്കുക. ഓവർ തിങ്കിങ്ങൊക്കെ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരില്ലേ, നമുക്ക് ചുറ്റും നമ്മുടെ ക്ലോസ് ആയിട്ടുള്ളവർ പോലും ചിലപ്പോൾ നമ്മളടുത്ത് നെഗറ്റിവിറ്റി ആയിട്ട് ലൈക്ക് അപ്രോച്ച് ചെയ്യാറുണ്ട്. അവരെയൊക്കെ കുറച്ച് നാളത്തേക്ക് നെഗറ്റീവ് എത്തുക. നമുക്ക് നീറ്റെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണം. ഇപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെ ഇങ്ങനെ പഠിച്ചു പോവുക. ഒരു ഓവറായിട്ടുള്ളൊരു സ്ട്രെസ്സൊന്നും കൊടുക്കാണ്ടിരിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാം. നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഇപ്പോൾ ചെയ്യാം. പിന്നെ ഒരു കാര്യം, എനിക്ക് ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ നീറ്റ് ക്രാക്ക് ചെയ്യാനിട്ട് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് പറയാനുള്ളൊരു വോയിസ് എനിക്കുണ്ടോ എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാനിപ്പോൾ ചിന്തിച്ചു. അതുകൊണ്ടാണ് അത് ഞാൻ നിങ്ങളത് ഷെയർ ചെയ്യുന്നത്. ആൻഡ് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴോ കേൾക്കുമ്പോഴൊക്കെ ബോറായിട്ട് ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നന്നായിട്ട് പഠിക്കുക. ഒരുപാട് ഞാൻ പറയുന്നത് ശരിക്കും നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ മാത്രം എൻ്റെ വ്ളോഗ്സ് കാണാൻ ശ്രമിക്കുക. എൻ്റെ വ്ളോഗ്സ് അല്ല, ആരുടെ വ്ളോഗ്സ് ആയാലും ആ ടൈമിൽ മാത്രം കാണാൻ ശ്രമിക്കുക. ആൻഡ് നിങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. ഓക്കെ, ഇതൊക്കെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ എൻ്റെ അടുത്ത് എനിക്കൊരാളിങ്ങനെ പറയുന്നൊരു ഫീലാണ് കിട്ടുന്നത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആ ദിവസം തന്നെ ഞാൻ പുറത്ത് പോകുന്നുണ്ട്. കുറേ ദിവസമായിട്ട് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തതുണ്ട്. എനിക്ക് എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയില്ല. ഒന്നും സംസാരിക്കാൻ കിട്ടാത്തൊരവസ്ഥയാണിപ്പോൾ. ഞാൻ എക്സ്ക്രിയേറ്ററിയുടെ ബാലൻസ് NCERT റീഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് എക്സ്ക്രിയേറ്ററി വലിയ ഇഷ്ടമുള്ളൊരു ചാപ്റ്റർ അല്ല. അതുകൊണ്ട് ഞാൻ മോർണിംഗ് കുറച്ച് പോർഷൻ മാത്രമേ വായിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു മടുപ്പ് ഫീലാണ് എനിക്ക് എല്ലാ ടോപ്പിക്സിലും ചില ടോപ്പിക്സ് അത് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ACയുടെ ഓൾറെഡി ഞാൻ ലെക്ചേഴ്സ് ഫുൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ സ്ലൈഡ്സ് റീഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ടോപ്പിക് ബേസ് ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ആൻഡ് സൺഡേ ആണ് എക്സാം വരുന്നത്. ഫ്രൈഡേ സാറ്റർഡേ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഐഡിയ. ലാസ്റ്റ് വീക്കും മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ആയിരുന്നു. അതങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെയൊക്കെ സ്റ്റഡീസ് എങ്ങനെ പോകുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ശരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട്. നമ്മുടെ ഈ സെയിം ഫേസിലൂടെ കടന്നു പോകുന്നവർ നമ്മുടെ അത്രയും അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിർത്താറുണ്ട്. എനിക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരുപാട് നല്ല മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ടെന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് നല്ല കമൻറ്റ്സ് എനിക്ക് കിട്ടാറുണ്ട്. ഒരുപാട് പേര് നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.
വിഷമമായാലും സന്തോഷമായാലും എന്തായാലും കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ചേർത്ത് പഠിക്കാൻ ഒരുപാട് നല്ല മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. നിങ്ങൾ ആരും ഒറ്റയ്ക്കല്ല. ആൻഡ് പലരെയും നമ്മൾ കാണാണ്ട് പോകുന്നതാണ്. ആൻഡ് യാ, ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി മുന്നോട്ട് നിങ്ങൾക്ക് നല്ല രീതിക്ക് ഇങ്ങനെ സന്തോഷിച്ച് പോകാൻ പറ്റട്ടെ.